മക്കളെ, നമ്മുടെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ വിഭവങ്ങളെ റിസോഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും, അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും. ഇതിന്റെ നമുക്ക് എക്സാമ്പിളുകളിലേക്ക് ഇവിടെ വരാം. അതിന് തൊട്ട് മുമ്പായി കാണും അത് എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞു വെക്കണമല്ലോ. അത് അറിഞ്ഞു വെക്കാൻ വേണ്ടി ഞാൻ ഈ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സ് എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരിക്കലും തീർന്നു പോകാത്ത വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്താണെങ്കിലോ ഇറ്റ് ഷുഡ് ബി ടേക്കൻ ദ മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു റീക്രിയേറ്റ്. അത് വീണ്ടും ഉണ്ടാവാൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യും എടുക്കുമെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് എന്ത് ചെയ്യും, ഇവ പ്രകൃതിയിൽ തുടർച്ചയായിട്ട് റിന്യൂവബിൾ റിസോഴ്സ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്, കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്താണ്, ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നീട് എളുപ്പത്തിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു എത്ര വർഷം എടുക്കും, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അത് വീണ്ടും ഉണ്ടാകാൻ വേണ്ടി. ഇതിന്റെ എക്സാമ്പിൾസുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എക്സാമ്പിൾസുകൾ ഞാൻ വലുതാക്കിയിട്ട് ഇവിടെ തരാം. എക്സാമ്പിൾസുകൾ നോക്കാം. റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലാണെങ്കിൽ സൂര്യപ്രകാശം, കാറ്റ്, ജലം, തിരമാല, സൺലൈറ്റ്, വിൻഡ്, വാട്ടർ, വേവ്സ് ആണ് വരുന്നത്. അതേസമയം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിലാണെങ്കിലോ ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം, അയൺ, കോൾ, അതുപോലെ തന്നെ പെട്രോളിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിനേഷൻ ഏറ്റവും കൂടുതലായിട്ട് വരാവുന്നതാണ്. ഈ ഒരു ടേബിൾ ആരും മറക്കണ്ട, അടിപൊളിയായിട്ട് പഠിച്ചോ. ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ.